ചർച്ചകൾക്ക് ശേഷം മാത്രമേ പാലക്കാട് നഗരസഭയിൽ സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു. സംസ്ഥാന നേതൃത്വവുമായി ജില്ലാ നേതൃത്വം ആലോചിക്കും. അതിനുശേഷം മാത്രം പ്രതികരണം. പാലക്കാട് ജില്ലയിൽ വലിയ പുറകോട്ടടി ഉണ്ടായിട്ടില്ലെന്നും സുരേഷ് ബാബു. പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയെ താഴെയിറക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ വിശദമായ ചർച്ചകൾ വേണം. ഒരാളുടെ ഭാവനയിൽ നിന്നും പറയാൻ കഴിയില്ല. വിശദമായ ചർച്ചകൾ വേണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ഇപ്പം അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ബി.ജെ.പി ഒറ്റക്കക്ഷിയായിട്ടുണ്ടല്ലോ. ബി.ജെ.പി ഒറ്റക്കക്ഷിയായിട്ടുണ്ട്. അപ്പോൾ ഒറ്റക്കക്ഷിയായിട്ടുള്ള ആളുകൾ സാധാരണഗതിയിൽ ഭരിച്ചു പോകുക എന്നുള്ളതല്ലേ. പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഒന്ന് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളെല്ലാം ഒരു നിലപാട് സ്വീകരിക്കാൻ. അപ്പോൾ അതിന് ശേഷമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ബി.ജെ.പിയെ നഗരസഭാ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളത്. ഏറെക്കുറെ അവർക്ക് 4 സീറ്റ് നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വോട്ടാണെങ്കിൽ ഒരുപാട് താഴെ പോയിട്ടുണ്ട്. അവരുടെ വോട്ട് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ, മുനിസിപ്പാലിറ്റിയുടെ പാലക്കാട് മണ്ഡലം കേന്ദ്രമെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. കാരണം ബൈ ഇലക്ഷനിൽ 10,000 വോട്ട് നഷ്ടപ്പെട്ടു. കാരണം 47,000-ൽ നിന്ന് 37,000-ആയി ചുരുങ്ങി. ആ 37,000-ആയി ചുരുങ്ങിയ ബി.ജെ.പി വീണ്ടും അത് 35,000-ആയി മാറി. അപ്പോൾ ബി.ജെ.പി മുനിസിപ്പാലിറ്റിക്കകത്തും പാലക്കാട് മണ്ഡലത്തിനകത്തും വലിയ പുറകിലേക്ക് പോവുകയാണ്. ഇതിനർത്ഥം ബി.ജെ.പി എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കാരണം ജനദ്രോഹപരമായ നിലപാടുകൾ, നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് അവരുടെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ജില്ലയിൽ അടിത്തറ തകർന്നിട്ടില്ല. പാലക്കാട്ട് 88 ഗ്രാമപഞ്ചായത്തിൽ 50 LDF-നാണ് വിജയം. 30 UDF-നുള്ളൂ. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 ഇടതുമുന്നണിക്കാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 UDF-ന് കിട്ടിയത്. 1 LDF-ഉം UDF-ഉം സമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കാനായി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പാർട്ടി പരിശോധിക്കും. ബി.ജെ.പിക്ക് പാലക്കാട് നഗരസഭയിൽ തിരിച്ചടിയുണ്ടായി. പണക്കൊഴുപ്പിന്റെ ബലത്തിലാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിരിക്കുന്നത്. പക്ഷെ പാലക്കാട് ജില്ലയിലെ ഈ ഒരു കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ നല്ല എല്ലാം യോജിപ്പോട് കൂടിയിട്ടുള്ള, ഐക്യത്തോട് കൂടിയിട്ടുള്ള പാർട്ടി സംഘടനാ മിഷണറിയുടെ നല്ല പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതൊരു ഘടകമാണല്ലോ, പ്രധാനപ്പെട്ട ഘടകം അതാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടി മിഷണറി നന്നായി. പാർട്ടി മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ യോജിപ്പും നല്ല പ്രവർത്തനം, യോജിപ്പുള്ള പ്രവർത്തനം. A.B. ഗോപിനാഥ് വളരെ നല്ല ആത്മാർത്ഥതയോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-മായി സഹകരിച്ച് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സരം നടത്തിയത്. നിർഭാഗ്യവശാൽ ലക്ഷ്യം വെച്ചത്ര ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും അതിലൊരു അതൃപ്തി അദ്ദേഹത്തിന് രൂപപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ കാണാനല്ലോ. അല്ലാതെ നമ്മൾ അദ്ദേഹം തോൽക്കുകയും ചില സീറ്റ് പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ടല്ലോ, അത് നമ്മൾ കാണാതെ അത് ഞങ്ങൾ നന്നായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യും. എവിടെയാണോ CPM-ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് വ്യക്തമായി തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. പണക്കൊഴുപ്പിൻ്റെ മുകളിലാണ് ബി.ജെ.പി കേരളത്തിലും രാജ്യത്തും ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത്. അത്രത്തോളം സാമ്പത്തിക സ്രോതസ്സുകളാണ് അവർക്ക് രാജ്യത്തുള്ളത്. ആ പണമാണ് എല്ലാ തെരഞ്ഞെടുപ്പിനും ബി.ജെ.പി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുന്നത്. അത് ഏറെക്കുറെ തടയിടാൻ സാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുകൊണ്ട് മാത്രമാണ്. അതായത് LDF-നെ പരാജയപ്പെടുത്താൻ ഈ പണക്കൊഴുപ്പിൻ്റെ മുകളിൽ വർഗീയത ഉണ്ടാക്കി, സാമുദായിക ചേരിതിരിവുണ്ടാക്കി, ഓരോ പ്രദേശങ്ങളിലും സമുദായത്തിന് കൂട്ടുപിടിച്ച് സാമുദായിക ചേരിതിരിവുകൾ ഉണ്ടാക്കി, അതിനൊപ്പം കോൺഗ്രസിന് കൂടി മറ്റേ കൂട്ടുകയാണ്, UDF-ന് കൂടി കൂട്ടുകയാണ്. അത് ലീഗും ഒരുമിക്കുകയാണ് ആ കാര്യത്തിൽ. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിക്കുമ്പോൾ ഭാവിയിൽ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ബി.ജെ.പി എത്രത്തോളം മോശമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ ഫലമായിരിക്കും ഭാവിയിൽ കോൺഗ്രസും UDF അനുഭവിക്കാൻ പോവുക.
അതാണ് ഉണ്ടാകുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളത്തിൽ ചോർന്നാൽ അത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മതനിരപേക്ഷ സമൂഹമായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.